എല്ലാവർക്കും നമസ്കാരം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ കറന്റ് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ഇത് വെറുതെ കുറച്ച് വാർത്തകൾ വായിച്ചു പോകുന്ന ഒരു പരിപാടിയല്ല കേട്ടോ. പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ഓരോ പോയിന്റും ഒരൊറ്റ പോയിന്റ് പോലും വിടാതെ നിങ്ങളുടെ തലച്ചോറിൽ ഉറപ്പിക്കാൻ പോവാണ് നമ്മള്. കാരണം ഒരു മാർക്ക് പോലും നമുക്ക് കളയാനില്ല. അപ്പൊ റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ഈ ചോദ്യം കണ്ടോ? ഒരു ദിവസത്തെ വാർത്തയ്ക്ക് നിങ്ങളുടെ റാങ്ക് നിർണയിക്കാൻ കഴിയുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? കഴിയും, തീർച്ചയായും കഴിയും. ചിലപ്പോ ആ ഒരൊറ്റ ദിവസത്തെ വാർത്തയായിരിക്കും നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കുന്നത് തന്നെ. ഒന്നോർത്ത് നോക്കിക്കേ, റാങ്ക് ലിസ്റ്റിൽ ഒരു പോയിന്റ്, വെറും ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ ആയിരക്കണക്കിന് പേരാണ് താഴേക്ക് പോകുന്നത്. അപ്പൊ ഞാനിനി പറയാൻ പോകുന്ന ഓരോ കാര്യവും അത്രയധികം ശ്രദ്ധയോടെ കേൾക്കണം. ഇത് നിങ്ങളുടെ ഭാവിയാണ്, നിങ്ങളുടെ റാങ്കാണ്. അതെ, നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങളുടെ റാങ്ക് ഫയലിലേക്കുള്ളൊരു വലിയ ഇൻവെസ്റ്റ്മെന്റാണ്. എക്സാം ഹാളിരിക്കുമ്പോൾ അയ്യോ ഇത് പഠിച്ചതാണല്ലോ പക്ഷെ ഓർമ്മ വരുന്നില്ലല്ലോ എന്ന അവസ്ഥ വരരുത്. അതുകൊണ്ട് റെഡിയല്ലേ? വാ, നമുക്കൊരുമിച്ച് ഈ പോയിന്റുകളൊക്കെ തലച്ചോറിലങ്ങ് സിമന്റ് ഇട്ട് ഉറപ്പിക്കാം. ഭാവിയിൽ നിങ്ങളിതിന് സ്വയം നന്ദി പറയും, ഉറപ്പ്. അപ്പൊ ശരി, നമുക്ക് ആദ്യത്തെ സെഷനിലേക്ക് കടക്കാം. കേരളത്തിൽ നിന്നുള്ള വാർത്തകൾ. PSC പരീക്ഷ എഴുതുന്നവർക്ക് ഏറ്റവും അധികം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണിത്. അപ്പോ ആദ്യം നമുക്ക് നമ്മുടെ സ്വന്തം നാട്ടിലെ കാര്യങ്ങൾ തന്നെ പഠിച്ചുറപ്പിക്കാം. ശ്രദ്ധിച്ചോളൂ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട നിയമനമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പുതിയ ഓംബുഡ്സ്മാൻ. അപ്പോ ആദ്യം തന്നെ എന്താണ് ഈ ഓംബുഡ്സ്മാൻ? സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഇവിടങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ ശരിയാണോ എന്ന് നോക്കുന്ന ഒരു തരം ഹെഡ്മാസ്റ്റർ ആണെന്ന് വിചാരിച്ചു. എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ സമീപിക്കാം. അപ്പൊ ആ ഒരു പോസ്റ്റിലേക്ക് വന്ന പുതിയ ആളാണ് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ്. ഈ പേര് ഇത് മറക്കരുത്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ചോദ്യം വരാൻ നല്ല ചാൻസ് ഉണ്ട്. സ്ക്രീനിലൊരു നമ്പർ കാണുന്നുണ്ടല്ലേ? 3. എന്തായിരിക്കും ഇത്? വെറുമൊരു നമ്പറല്ല ഇത്. നമ്മുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ എണ്ണമാണിത്. ചോദ്യം വളരെ സിമ്പിളായിട്ട് വരാം. അടുത്തിടെ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്ത അമൃത് ഭാരത് ട്രെയിനുകളുടെ എണ്ണം എത്ര? ഉത്തരം മറക്കരുത്, 3. അടുത്ത പോയിന്റ്, അശ്വമേധം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പവർ തോന്നുന്നില്ലേ? ഇതെന്താ സംഭവമെന്നറിയോ? ഇത് നമ്മുടെ സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ ഒരു കിടിലൻ പദ്ധതിയാണ്. ആരോഗ്യ പ്രവർത്തകരുണ്ടല്ലോ, അവര് ഒരു കുതിരയുടെ വേഗത്തിൽ, അതായത് അശ്വത്തിന്റെ വേഗത്തിൽ വീടുകൾ തോറും കയറിയിറങ്ങി കുഷ്ഠരോഗം കണ്ടെത്താനുള്ള ഒരു വലിയ ക്യാമ്പയിൻ. അപ്പൊ പരീക്ഷയ്ക്ക് അശ്വമേധം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ പേര് തന്നെ ഓർത്താൽ മതി. അശ്വം, കുതിര. ആരോഗ്യപ്രവർത്തകർ കുതിരയെപ്പോലെ വീടുകൾ സന്ദർശിക്കുന്നു. എന്തിന്? കുഷ്ഠരോഗ നിർണയത്തിന്. സിമ്പിളല്ലേ? ഇനി നമുക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. രണ്ടും നമ്മുടെ സൂപ്പർ സ്റ്റാറുകളുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ മാറിപ്പോകാൻ നല്ല സാധ്യതയുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കണം. ഒന്നാമത്തേത് സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള സത്യജിത് റായ് പുരസ്കാരം. അത് കിട്ടിയത് മമ്മൂട്ടിക്കാണ്. ഇനി രണ്ടാമത്തേത് നമ്മുടെ ആനവണ്ടി, അതായത് KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിച്ചത് മോഹൻലാലിനെയാണ്. കണ്ടോ? ഒന്നൊരു അവാർഡ്, മറ്റേതൊരു പദവി. മമ്മൂട്ടിക്ക് അവാർഡ്, മോഹൻലാലിന് പദവി. ക്ലിയർ അല്ലേ? അപ്പോ കേരളത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്യാം. നമ്മുടെ കാഴ്ചപ്പാട് കുറച്ചുകൂടി വലുതാക്കി ദേശീയ തലത്തിലേക്ക് പോകാം. ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന പ്രധാന വാർത്തകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വരൂ. ഇതൊരു ബ്രേക്കിംഗ് ന്യൂസ് പോലത്തെ പോയിന്റാണ്. നമുക്കെല്ലാവർക്കും അഭിമാനിക്കാനുള്ള ഒരു വാർത്ത. പരീക്ഷയ്ക്ക് വരാൻ 101% സാധ്യതയുണ്ട്. ഇത്രയും കാലം ലോകത്ത് ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിച്ചിരുന്ന രാജ്യമേതായിരുന്നു? ചൈന. എന്നാൽ ആ സ്ഥാനം നമ്മൾ ഇന്ത്യക്കാർ അങ്ങ് പിടിച്ചെടുത്തിരിക്കുന്നു. ലോകത്തിന്റെ പുതിയ അരി രാജാവ് ഇനി മുതൽ ഇന്ത്യ ആണ്. ഈ പോയിന്റ് ഒരു കാരണവശാലും മറക്കരുത്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് 2026 നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥികളെക്കുറിച്ചാണ്. ആരൊക്കെയാണെന്ന് നോക്കാം. യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ഉർസുല വോണ്ടർ ലെയ്ൻ, പിന്നെ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ. ഈ പേരുകൾ ചിലപ്പോൾ കുറച്ച് ടഫായി തോന്നാം, കൺഫ്യൂഷൻ വരാം. അപ്പൊ സിമ്പിളായിട്ട് ഇങ്ങനെ ഓർത്താ മതി. ഈ വർഷം നമ്മുടെ മെയിൻ ഗസ്റ്റ് യൂറോപ്പിൽ നിന്നാണ്. അവിടുത്തെ 2 വലിയ തലവന്മാര്. ഇങ്ങനെ ഓർത്താ മതി. ഈ തീയതിയും ഈ പേരും നിങ്ങളുടെ മനസ്സിലങ്ങ് പതിപ്പിച്ചോളൂ. ജാനുവരി 23. ആരുടെ ജന്മദിനമാണിത്?
നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ. ആ ദിവസം രാജ്യം ഇപ്പോൾ ആചരിക്കുന്നത് പരാക്രം ദിവസ് എന്ന പേരിലാണ്. എന്താണ് പരാക്രം എന്ന വാക്കിന്റെ അർത്ഥം? ധീരത, ശൗര്യം. നേതാജിയുടെ ആ ധീരതയെ ആദരിക്കാനുള്ള ദിവസം. അപ്പോൾ തീയതി ജാനുവരി 23. ആരുടെ ജന്മദിനം? നേതാജി. ദിവസത്തിന്റെ പേര് പരാക്രം ദിവസ്. ഇത് മറക്കരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ഒരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ്. ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം 2025. ഇത് കിട്ടിയത് ആർക്കാണെന്നറിയോ? മൊസാംബിക്കിൽ നിന്നുള്ള ഒരു മനുഷ്യാവകാശ പ്രവർത്തകർക്കാണ്. പേര് ഗ്രാസ മഷൽ. ഇതില് 2 കാര്യങ്ങൾ ഓർക്കണം. 1 വ്യക്തിയുടെ പേര്, 2 അവരുടെ രാജ്യം മൊസാംബിക്. ഇന്ത്യ നൽകുന്ന വളരെ പ്രശസ്തമായൊരു സമാധാന പുരസ്കാരമാണിത്. ഓക്കെ, അപ്പൊ നമ്മൾ കേരളം കഴിഞ്ഞു, ഇന്ത്യ കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്ത്യയുടെ അതിരുകൾ കടന്ന് ലോകത്തേക്ക് പോകാം. കുറച്ച് ഇന്റർനാഷണൽ ന്യൂസ്. കാരണം ഇപ്പോഴത്തെ പരീക്ഷകളിൽ വെറുതെ നാട്ടിലെ കാര്യങ്ങൾ മാത്രം ചോദിക്കില്ല. ലോകത്ത് നടക്കുന്ന പ്രധാന സംഭവങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഇതൊരു ഇൻഡെക്സിനെക്കുറിച്ചാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. നമ്പിയോസ് സേഫ്റ്റി ഇൻഡെക്സ്. ഇതനുസരിച്ച് 2 ചോദ്യങ്ങൾ വരാം. ചോദ്യം 1. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമേതാണ്? ഉത്തരം അബുദാബി. ഇനി ചോദ്യം 2. ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമേതാണ്? ഉത്തരം മംഗളൂരു. കണ്ടു, ഒന്ന് ലോകത്തിലെ ബെസ്റ്റ്, മറ്റേത് ഇന്ത്യയിലെ ബെസ്റ്റ്. ഈ 2 പോയിന്റും ഓർത്തുവെക്കണം. ഇതൊരു ചരിത്രമാണ്, അക്ഷരാർത്ഥത്തിൽ ചരിത്രം. ന്യൂയോർക്ക് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ നഗരങ്ങളിലൊന്ന്. അവിടുത്തെ മേയറായി ഒരു ഇന്ത്യൻ വംശജൻ. അതാണ് സുഹ്റാൻ മംദാനി. പക്ഷെ പ്രത്യേകത അതുകൊണ്ട് തീരുന്നില്ല. ന്യൂയോർക്കിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മേയർ കൂടിയാണ് അദ്ദേഹം. അപ്പോൾ ഈ പേര് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. സുഹ്റാൻ മംദാനി, മറക്കരുത്. വേൾഡ് ഇക്കണോമിക് ഫോറം അല്ലെങ്കിൽ WEF. ഇത് നമ്മൾ എപ്പോഴും വാർത്തയിലൊക്കെ കേൾക്കുന്നൊരു പേരാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോകത്തെ വലിയ നേതാക്കന്മാരും വലിയ വലിയ കമ്പനികളുടെ CEOമാരുമൊക്കെ എല്ലാ വർഷവും ഒരുമിച്ചുകൂടി ലോകകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ബിഗ് പാർട്ടിയാണെന്ന് വിചാരിച്ചു. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ മീറ്റിംഗിന്റെ സ്ഥിരം വേദി എവിടെയാണ്? ഉത്തരം 1 മാത്രം. സ്വിറ്റ്സർലൻഡിലെ ദാവോസ്. ഈ സ്ഥലം ഓർത്തുവെച്ചാൽ മതി. അപ്പൊ ശരി, നമ്മളിപ്പോ കേരളം, ഇന്ത്യ, ലോകം എല്ലാം കറങ്ങി വന്നു. കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇനി ഇതൊക്കെ ഓർമ്മയിലുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? ഒരു ക്വിക്ക് ടെസ്റ്റ്. പേടിക്കണ്ട, ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ മനസ്സിൽ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ മതി. പഠിച്ചത് ഉറപ്പിക്കാനുള്ളൊരു ചെറിയ ടെക്നിക്. റെഡിയല്ലേ? അപ്പോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ഏതു പേരിലാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ഒന്ന് ഓർത്തു നോക്കിക്കേ. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഉത്തരം കിട്ടിയോ? യെസ്, പരാക്രം ദിവസ്, ജനുവരി 23. ശരിയായി ഓർത്ത് എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ. കണ്ടോ, നിങ്ങൾക്കിത് ഓർമ്മയുണ്ട്, ഇനി മറക്കില്ല. ഓക്കേ, രണ്ടാമത്തെ ചോദ്യം. ഇത് നമ്മുടെ കേരളത്തിൽ നിന്നാണ്. 2026-ലെ സത്യജിത് റേ പുരസ്കാര ജേതാവ് ആരായിരുന്നു? ഒരു സൂപ്പർ സ്റ്റാർ ആണ്. ഓർത്തു നോക്കൂ. അതെ, സാക്ഷാൽ മമ്മൂട്ടി. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. ഇനി അവസാനത്തെ ചോദ്യം. ഇന്റർനാഷണൽ ന്യൂസിൽ നിന്ന്. ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഇതാണ്, സുഹ്റാൻ മംദാനി. അപ്പോ 3-3 ശരിയാക്കിയവർക്ക് എന്റെ വക ഒരു വലിയ ക്ലാപ്പ്. ഇനി 1-2 എണ്ണം തെറ്റിപ്പോയെങ്കിൽ ഒരു വിഷമവും വേണ്ട. നമ്മളിത് ഓർക്കാൻ വേണ്ടിയല്ല ഈ ടെസ്റ്റ് ചെയ്ത്. എന്തായാലും ഇപ്പോ ഈ പേരുകളൊന്നും നിങ്ങൾ മറക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. കണ്ടോ, ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം ഓർക്കണം. ഈ മത്സരമെന്ന് പറയുന്നത് ഒരു ദിവസത്തെ കളിയല്ല, ഓരോ ദിവസത്തെയും കളിയാണ്. അതുകൊണ്ട് ചോദ്യം ഇതാണ്: നാളെ നിങ്ങൾ എന്ത് പഠിക്കും? സ്ഥിരത, അതാണ് വിജയത്തിലേക്കുള്ള ഒരേ ഒരു വഴി. അപ്പോ ഇതേ എനർജിയോടെ, ഇതേ സ്പിരിറ്റോടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും എന്റെ വിജയാശംസകൾ.